ആ ദീപ, ഇവരോട് സെറ്റിൽ ചെയ്തല്ലേ? സൈൻ ചെയ്യാനുണ്ട്. താങ്ക് യു സാർ. ഇതെന്തത്? ഒന്ന് ദീപന്റെ അടുത്ത് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാമോ? ഇതിലെഴുതിയൊക്കെ സത്യമാണോ മോളെ? മേഡം, ഇതിലെഴുതിയൊക്കെ സത്യമാണ്. നിങ്ങളോടല്ലേ ചോദിച്ചത്? ഞാൻ മോളോടാണ് ചോദിച്ചത്. ശരിക്കും ടീച്ചർ എന്തിനാ മോളെ അടിച്ചത്? അതല്ലേ മേഡം ഇതിൽ എഴുതിയിരിക്കുന്നത്. താനൊന്നും മിണ്ടാണ്ടിരിക്കടോ, ഞാൻ മോളോട് ചോദിക്കട്ടെ. ഈ കുട്ടി ഹോംവർക്ക് ചെയ്യാത്തതിനല്ലേ ടീച്ചർ തല്ലിയത്? ഇതൊക്കെ വലിയ പരാജയമായി കാണണം സാറേ. സാർ, എന്റെ മോളെ തല്ലി എനിക്ക് വേദനിക്കില്ലേ? ഞാനത് പറഞ്ഞത് നീ പരാതി ഒന്നും പോയിട്ടില്ല. സാറിനത് പറയാം, തല്ലിയിട്ടത് എന്റെ കുഞ്ഞിനല്ലേ? ടീച്ചർമാരല്ലേ ചിലപ്പോ തല്ലിയെന്നിരിക്കും. കുട്ടി പഠിക്കാതെയാണല്ലോ ടീച്ചർ കുട്ടീനെ തല്ലിയത്. ഇതൊക്കെ ഒരു പരാതിയാണ്. കുട്ടികളെ അധ്യാപകർ തല്ലിപ്പഠിപ്പിക്കാത്തതിന്റെ പുറമെ ഇന്നത്തെ ജനറേഷൻ കാണാനുണ്ട്. അതിന് കാരണം ഇവരെ പോലുള്ള രക്ഷകർത്താക്കളാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞതാ വേണ്ടാന്ന്. കുഞ്ഞിന് വേദനിച്ചപ്പോ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. സോറി മേഡം, എനിക്ക് പരാതിയൊന്നുമില്ല. മറ്റേ പാർട്ടി താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സാറേ, അവരെ വിളിച്ചോട്ടെ. വിളിച്ചോ. ഇരിക്കടോ. അപ്പോ നിങ്ങൾ പൂച്ചയെ പോറ്റുന്നുണ്ട് അല്ലേ? സാർ, എവിടുന്നോ ഒരു പൂച്ച വന്നു പോയി. പിന്നെ അത് പെറ്റ് വരി സാർ. ഇവറ്റകളെ കൊണ്ട് പുറത്തി ഓടി സാറേ. ഈ പൂച്ചകൾ അടുത്ത വീട്ടിലേക്ക് പോകുമ്പോ തടയാമായിരുന്നില്ലേ? ഞാൻ പരമാവധി ശ്രമിച്ചാ സാർ. അല്ല സാറേ, ഇയാളാണ് അവയവൻ നിന്റെ ഭരണത്തിൽ പറഞ്ഞേക്കുന്നത്. ആ, ഈ പരിസരവാസികൾക്ക് ശല്യം പറഞ്ഞപ്പോ നിങ്ങൾ എന്താ ചെയ്തേ? കൂട്ടുകാർക്ക് വളർത്താൻ കൊടുത്തു. ഒരു പൂച്ചേനെ വീട്ടിന്റെ അടുത്തുള്ള ഗീതയ്ക്ക് കൊടുത്തു. ഇനി എത്ര ഉണ്ട്? ഇനി ഒരു 6 ഉണ്ടാവും. ബാക്കി കൂടെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതാ ബുദ്ധി. അത് വേണം സാർ. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൂടെ? കൊല്ലാൻ കഴിയുന്നില്ല സാർ. 2 എണ്ണത്തിന് ആരോ കൊന്നു. അതും ഞാനാണെന്ന് സാർ അയാൾ പറഞ്ഞു. ഞാനേ DGP വിനോദ് സാറിന്റെ ബന്ധമാണ്. ഞങ്ങളൊന്ന് കൂടുമ്പോഴേ സാറിനോട് സംസാരിക്കാറുണ്ട്. എന്നാ ചായക്കടയിൽ വിളിച്ച് പറഞ്ഞേ, ചായ കടി കൊണ്ടുവരണം. ആ സർ, അറിഞ്ഞു സർ, അറിഞ്ഞു സർ. അറിയാം സർ, അറിയാം. ശരി സർ, ശരി ശരി സർ, താങ്ക് യു. മതി മതി, ഇതിനെ അധികം കൂടിപ്പോണ്ട.
ഇന്നത്തെ കുറച്ച് ബാലൻസ് ഉണ്ട്. അത് കൂട്ടിയിട്ട് എത്ര എനിക്ക് പറയും. 4 പോയിന്റ് 4 ഗ്ലാസ്. ഓ ഓ ചായ ഒന്നും വേണ്ടായിരുന്നു സാറേ. വേണ്ടെങ്കിൽ കുടിക്കണ്ട. അല്ലെങ്കിലും മിണ്ടാ പ്രാണികളുടെ വിശപ്പും താ അറിയാത്ത നിങ്ങളല്ല, ഇയാളാ കുടിക്കേണ്ടത്. അല്ലെങ്കിൽ തന്നെ ഇനി എത്ര കാലം കൂടിയ 10-20 കൊല്ലം. അതിനിടയിൽ ഈ മിണ്ടാപ്രാണികളുടെ ശാപം കൂടി വാങ്ങിക്കിട്ടണം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചുള്ള മനുഷ്യർ ഒക്കെ മനസ്സിലായി. ഇത്തരം ജീവികളെ പോറ്റണമെങ്കിൽ നിയമം അനുശാസിക്കുന്ന ലൈസൻസ് വേണം. ഒക്കെ ശരി, പക്ഷേ അതിനപ്പുറമല്ലേ മനുഷ്യത്വം. പക്ഷേ അയാൾ അതാ കാണിച്ചിരുന്നു. പരാതിയില്ല സാർ. ശരിക്കും ശരിക്കും ക്ഷമിക്കണം സാർ. കുടിക്കും മാഷേ. മാഷേ, എല്ലാ നല്ല കാര്യത്തിനും ഒരു മറുവശമുണ്ട്. മാത്രല്ല ആ സാധു ജീവികളെ മറ്റുള്ളവർക്ക് ഉപദ്രവാതെ മെല്ലെ മെല്ലെ ഒഴിവാക്കുന്നതല്ലേ നല്ലത്. ശ്രമിക്കാം സർ.